ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിലേക്ക് വരികയാണ്. റഡാർ നിർമ്മാണത്തിനായിട്ടാണ് ഇവരെത്തുന്നത്. തമിഴ്നാട്ടിലാണ് ഫാക്ടറിയുടെ തറക്കല്ലിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. 2027 ഈ റഡാർ നിർമ്മാണം ആരംഭിക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ വലിയൊരു ലക്ഷ്യത്തിൻ്റെ ഒരു വിജയമായിട്ട് വേണ്ടേ നമുക്ക് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ വിലയിരുത്താനായിട്ട്? തീർച്ചയായിട്ടും ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വളർന്നു വരുന്ന പ്രതിരോധ രംഗത്തെ ദൃഢമായ ബന്ധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ ഉയർന്നു വരുന്ന ഈ ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ഇന്ത്യയിലെ സ്വകാര്യ കമ്പനിയായ, അതായത് ബാംഗ്ലൂർ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്വകാര്യ കമ്പനിയായ DCX സിസ്റ്റംസുമായി സംയുക്ത സംരംഭം. റഡാറുകൾ ഇന്നത്തെ യുദ്ധത്തിലെ അത്യന്താപേക്ഷിതമാണ്. യഥാർത്ഥത്തിൽ ആയുധങ്ങളാണ് പലപ്പോഴും യുദ്ധത്തിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആയുധങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് റഡാർ നൽകുന്ന ഇൻപുട്ടുകൾ വേണം. നമ്മുടെ എയർ ടു എയർ മിസൈൽ ആണെങ്കിലും അതുപോലെ തന്നെ പലപ്പോഴും ഫൈറ്റർ ജെറ്റുകളാണെങ്കിലും അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണെങ്കിലും ഡ്രോണുകളാണെങ്കിലും ഒക്കെ തന്നെ റഡാറുകൾ നൽകുന്ന ഇൻപുട്ടുകൾ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ വരികയും അവിടെ നിന്നും അത് പിന്നീട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ശരിക്കും ഈ ആയുധങ്ങളിലേക്ക് എത്തുകയുമാണ്. അങ്ങനെയാണ് ആയുധങ്ങളൊക്കെ തന്നെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇപ്പോ അവാക്സ് പോലുള്ള ഒരു വിമാനം എയർബോൺ ആയിട്ടുള്ള റഡാറാണ്. റഡാറുകൾ എയർബോൺ ഉണ്ട്, അതായത് ആകാശത്തിലുള്ളതുണ്ട്, ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്, സമുദ്രത്തിലെ കപ്പലുകളിലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള റഡാറുകൾ. അപ്പൊ ഇങ്ങനെയുള്ള റഡാറുകളിൽ നിന്നുള്ള പൂർണ്ണമായ ഇൻപുട്ടുകൾ ശേഖരിച്ചിട്ട് അത് സിങ്ക് ചെയ്ത് ഡേറ്റ ഫൈനൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് ടാർഗറ്റുകളെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതും എൻഗേജ് ചെയ്യുന്നതും ഒക്കെ തന്നെ. ഇവിടെ ഇസ്രായേല് ഈ ഒരു വിഷയത്തിൽ, അതായത് റഡാറുകളുടെ കാര്യത്തിൽ ഇസ്രായേൽ വലിയ മുന്നേറ്റം പണ്ട് തന്നെ ഉള്ളൊരു രാജ്യമാണ്. ഈ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ഈ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ നടത്തിയത്. ഈ നമ്മുടെ DRDOയുടെ ചെയർമാനായിരുന്ന ഈ ടേമിലല്ല, അതിനു മുമ്പ് ചെയർമാനായിരുന്ന ഡോക്ടർ ക്രിസ്റ്റഫർ എന്ന ആള് ഈ മേഖലയിലെ വലിയൊരു ആയിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് F-35 പോലുള്ള ഒരു റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവുള്ള ഒരു വിമാനത്തെ പോലും കൃത്യമായി ട്രേസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഇന്ത്യക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റഡാർ ശക്തിയുടെ ഒരു തെളിവാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, പലതരത്തിലുള്ള റഡാറുകൾ ഇന്ത്യക്ക് ഇന്ത്യ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഏറ്റവും ആധുനികമായ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ, അല്ലെങ്കിൽ അതിന് തൊട്ടു താഴെയുള്ള സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമുള്ള പേസ്ഡ് അറേ റഡാറുകൾ, അങ്ങനെയുള്ള എല്ലാത്തരം റഡാറുകളും ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു. വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറായ സ്വാതി എന്ന റഡാർ ഇന്ത്യ നിർമ്മിച്ച് അത് ഓപ്പറേഷണലൈസ് ചെയ്തതിന് ശേഷമാണ് പാകിസ്ഥാനിൽ നിന്നും നമുക്കെതിരെയുള്ള ഈ ആക്രമണങ്ങൾ വലിയ രീതിയിൽ കുറഞ്ഞത്. നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നുണ്ടാകും, പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കാശ്മീരില് നിരന്തരം വെടിവെപ്പാണ് നടന്നത്. നിരന്തരം പീരങ്കികൾ വെച്ച് പാകിസ്ഥാൻ വെടിവെച്ചുകൊണ്ട്. പക്ഷെ സ്വാതി റഡാറും അതുപോലെ ഇന്ത്യയുടെ ആധുനിക ഹോവിറ്റ്സറുകളുമൊക്കെ ഉപയോഗത്തിൽ വന്നതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ഒരു മുന്നേറ്റമാണ് വന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യ ഈ രംഗത്തുണ്ടായ വലിയ നേട്ടം, ആ നേട്ടത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നതാണ് ഇന്ത്യ ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ഈ കരാർ. ഇവിടെ ഇസ്രായേലിൽ നിന്നുള്ള ക്രിട്ടിക്കൽ ടെക്നോളജീസും അത് ഇവിടെ നിർമ്മിക്കാനും അതുപോലെ ടെസ്റ്റ് ചെയ്യാനും അത് മാത്രമല്ല ഇത്തരം റഡാറുകളുടെ മെയിൻ്റനൻസിനായിട്ട് ഉള്ള സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ ഇന്ത്യ ഒരുങ്ങി വരികയാണ്. 2027 ഇപ്പോ ഇന്നലെ ഇത് തറക്കല്ലിട്ടു. ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ, ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് ഓർക്കുന്നില്ല. എന്തായാലും 2 ദിവസം മുമ്പ്
ഈ പുതിയ സംരംഭത്തിന് കൃഷ്ണഗിരി ജില്ലയിലുള്ള ശൂലഗിരി എന്ന പ്രദേശത്താണ് ഇതിന്റെ തറക്കല്ലിട്ടത്. ആ ഫാക്ടറി ഒരു കൊല്ലത്തിനുള്ളിൽ ഉൽപാദനം തുടങ്ങും എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സൂചന. ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ തന്നെ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. ഇത് ഇസ്രായേൽ സർക്കാരിന്റെ കമ്പനിയാണ്, സ്വകാര്യ കമ്പനിയല്ല. അവരും ഡൽഹി IITയും കൂടെ ചേർന്നിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പദ്ധതികൾ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ MRO സെന്റർ, അതായത് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ എന്ന അതിനാണ് നമ്മൾ ഈ MRO സെന്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കേന്ദ്രം ഹൈദരാബാദിൽ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മൾ ഇസ്രായേലും ഇന്ത്യയും യോജിച്ച് ഇപ്പോൾ തന്നെ റഡാറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ബറാക്ക് 8 എന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു മധ്യദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണ്. ആ സംവിധാനം ഇസ്രായേലും ഇന്ത്യ അതിന്റെ ഭാഗമായിട്ടുള്ള റഡാർ, ഫേസ്ഡ് അറേ റഡാർ ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി നിർമ്മിച്ചതാണ്. ഇപ്പോ ഈ റഡാറുകളുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഗാലിയം നൈട്രൈഡ് ടെക്നോളജി അതൊക്കെ ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ സമാന്തരമായിട്ട് ഇസ്രായേലിലും വലിയ ഗവേഷണ വികസനങ്ങൾ നടക്കുന്ന രാജ്യമാണ്. ഈ രണ്ടു രാജ്യങ്ങളുടെയും ഗവേഷണ വികസന പരിപാടികൾ സംയോജിച്ചിട്ട് ഇന്ത്യയിൽ തന്നെ റഡാർ നിർമ്മിച്ച് ഇന്ത്യൻ സൈന്യത്തിനും, പുറത്തു പറയുന്നില്ലെങ്കിലും ഞാൻ ഊഹിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനും ഇവിടുന്ന് ഇത് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് രണ്ടു രാജ്യങ്ങൾക്കും അത്ര തന്ത്രപ്രധാനമല്ലാത്ത റഡാറുകൾ വരുന്ന ദിവസങ്ങളിൽ അത് മൂന്നാമത്തെ രാജ്യങ്ങൾക്ക് പലർക്കും വിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഇപ്പൊ തന്നെ നമ്മുടെ വെപ്പൺ സീക്കിംഗ് ആയിട്ടുള്ള, വെപ്പൺ ലൊക്കേറ്റിംഗ് ആയിട്ടുള്ള സ്വാതി റഡാർ അർമീനിയക്ക് ഇന്ത്യ വിൽപ്പന നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ റഡാറുകളുടെ ആവശ്യക്കാരെ വർദ്ധിക്കും. അതായത് പ്രതിരോധ മേഖലയിലും നിർമ്മാണ കയറ്റുമതിയിലും ഇന്ത്യ വലിയ കുതിച്ചുകയറ്റം നടത്താനുള്ള സാഹചര്യമാണ് ഇതോടുകൂടി ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ അവാക്സ് ഏർലി വാർണിംഗ് സിസ്റ്റം, എയർബോൺ ഏർലി വാർണിംഗ് സിസ്റ്റംസും ഇവിടെ ഇനി നിർമ്മിക്കാൻ അതിന്റെ ഇപ്പോഴുള്ള എല്ലാ പരിമിതികളും മറികടക്കാനുള്ള രണ്ട് രാജ്യങ്ങളുടെയും സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരുമിച്ചുള്ള ഗവേഷണ വരെ ഇപ്പോഴേക്കും നമ്മൾ അതിലേക്ക് വരെ നീങ്ങുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസും ബാംഗ്ലൂർ അടിസ്ഥാനമായിട്ടുള്ള DCX സിസ്റ്റംസ് കൂടെ ചേർന്നിട്ട് ELTEX സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തന്നെ ഇപ്പോ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു സംരംഭം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഡാർ ഉൽപാദന കേന്ദ്രമായിട്ടും ഇന്ത്യ മാറിയാൽ ഒട്ടും തന്നെ നമുക്കത് അതിശയോക്തിയാണ് അങ്ങനെ ഒരു പ്രസ്താവന എന്ന് നമ്മൾ കരുതണ്ട. കാരണം അത്ര ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച റഡാറുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളാണ് ഇത് രണ്ടും. ഇന്ത്യ ഒട്ടും പിന്നിലല്ല. ഇസ്രായേൽ രാജ്യങ്ങളുടെയും ഗവേഷണ പദ്ധതികളും അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ബേസും കൂടെ ചേരുമ്പോൾ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ ഷിപ്പ് ബോൺ, എയർബോൺ, ലാൻഡ് ബേസ്ഡ് ഇങ്ങനെ 3 തരത്തിലുള്ള റഡാറുകൾ കൂടാതെ ഇപ്പോ ഡ്രോണുകളിൽ ഘടിപ്പിക്കുന്ന റഡാറുകളും എത്തിയിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകളാണ്. ഈ ഭൂനിരീക്ഷണ അല്ലെ സ്ട്രാറ്റജിക് സർവൈലൻസ് ചാര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളാണ്. അത് ഒരു കാരണവശാലും നമുക്ക് അത്തരം സാറ്റലൈറ്റുകളുടെ ദൃഷ്ടിയിൽ പെടാതെ ഒരു രാജ്യത്തിന് ഒളിച്ചു പോകാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ റഡാർ സംവിധാനം, നിങ്ങളുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം തുടങ്ങിയവ ശക്തമാണെങ്കിൽ നിങ്ങളുടെ ആയുധങ്ങൾക്ക് അതൊരു ഫോഴ്സ് മൾട്ടിപ്ലയർ പോലെ ആയിരിക്കും. അതിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കും. കാരണം ആയുധങ്ങളുടെ കൃത്യമായ പ്രയോഗം ഈ ശക്തമായ റഡാറുകൾ ഉറപ്പുവരുത്തും. ഇത് ഈ ഇന്ത്യയുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി. ഇപ്പോ ഏറ്റവും ഒടുവിലായിട്ട് ലോകത്തിൽ ഇപ്പോൾ യുദ്ധരംഗങ്ങളിൽ ഉപയോഗിക്കുന്നത് ഡ്രോൺ ബേസ്ഡ് റഡാറുകൾ.
അതായത് പണ്ട് നമ്മൾ എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റം അവാക്സിനെ കുറിച്ച് പറയുമായിരുന്നു. അവാക്സ് മാറിയിട്ട് ഇപ്പോൾ ഡ്രോൺ ബേസ്ഡ് റഡാറുകൾ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ശരി, അതുപോലെ തന്നെ ഡ്രോൺ ബേസ്ഡ് ജാമറുകളും അതുപോലെ സ്പൂഫിംഗ് സംവിധാനം, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ യുദ്ധത്തിന്റെ വൽക്കരണവും സൈന്യങ്ങൾ ഇനി മനുഷ്യന്റെ റോള് വളരെ കുറവായിരിക്കും. ഇതിലൊക്കെ തന്നെ ഈ ഡാറ്റ എല്ലാം തന്നെ സംയോജിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും. കൂടുതൽ ആധുനികമായ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഇന്ത്യ ഇസ്രായേൽ സംയുക്ത സംരംഭത്തിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ ഈ സംഭവ വികാസങ്ങളുടെയും അതുപോലെ ഇതിന്റെ കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.